നമ്മൾ എന്ത് പറഞ്ഞാലും ആ മാഷ് ഒന്നും കേൾക്കില്ല. ഇനി എന്ത് ചെയ്യാനാ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അയാളെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അയാളെ എങ്ങനെ വീഴ്ത്തണമെന്നേ എനിക്കറിയാം. സമാധാനത്തോടെ സംസാരിച്ച് നോക്കാം. എന്നിട്ടും നടന്നില്ലെങ്കിൽ അറ്റകൈ പ്രയോഗമുണ്ട്. നീ വാ. ചുട്ടി വരവ് കണ്ടിട്ട് ഉടക്കാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. അത് പിന്നെ പറയണോ? പതിവുള്ള കാര്യല്ലേ. മോളെ, അമ്മയും മോനും ചുമരിലടിച്ച ബോൾ പോലെ തിരിച്ചു വന്നല്ലോ. എന്താണാവോ കാര്യം? എന്ത് പറഞ്ഞു പുന്നാര മരുമോള്? ഊതല്ലേ? ഊതൊന്നുമില്ല. എന്താ തീരുമാനം എന്ന് പറ. ഞാൻ നല്ലോണം ആലോചിച്ചു. ഇവരൊക്കെ എന്റെ കൂടപ്പിറപ്പുകളല്ലേ. എല്ലാരും ഒരുമിച്ചുണ്ടാവാൻ നല്ലതെന്ന് തോന്നി. ബോധോദയം ഉണ്ടായത് കണ്ടോ? ഇത്രയും പെട്ടെന്ന് ഇത് എവിടുന്ന് വന്നു? ഇടിമിന്നലേറ്റാൽ സൂപ്പർ പവർ ഉണ്ടാവുന്നൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നിനക്ക് ബോധം വന്നാൽ എങ്ങനെയാ മനസ്സിലാവാത്ത? ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടായത് ബോധിവൃക്ഷത്തിന്റെ ചോട്ടിൽ പോയി ഇരുന്നപ്പോഴാ. ഇനിയിപ്പോ ആ മരച്ചോട്ടിലേക്കാണോ രണ്ടുപേരും കൂടി പോയത്? എടാ, നിന്റെ ഇവളുടെ ഓട്ടം കണ്ടപ്പോഴേ മനസ്സിലായതാ ആ ചീഫ് എഞ്ചിനീയർ പെണ്ണിന്റെ ഓർഡർ വാങ്ങാനാണെന്ന്. ബാലമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഇവര് പറയുന്നൊന്നും ശ്രേയ കേൾക്കോ അനുസരിക്കോ ഇല്ല. എടാ ആകാശേ, കെട്ടിയോട് പറഞ്ഞു കൊടുക്ക് അധികം നാക്കിട്ട് സർക്കസ് കാണിക്കണത്. ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞാ അത് നിനക്ക് ഇവൾക്ക് നാണക്കേടാവും. ആണോ? എന്നാ നീ മറുപടി പറയടാ. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അടക്കി നിർത്താൻ പറ്റുമോ നിനക്ക്? അതിനുള്ള ധൈര്യം ഉണ്ടോടാ? ഇവളുടെ മുന്നിൽ ആളാവും നോക്കല്ലേ. ഞാൻ എന്താ ഉണ്ണാക്കനാണെന്ന് കരുതിയോ? എനിക്ക് ധൈര്യം ഉണ്ടാ കാണാനക്ക്. അയ്യോ അയ്യോ, നീ ആരാ? വില്ലാളി വീരൻ, വീര പഴശ്ശിരാജയെ പോലെ. എടാ, ലോക തോൽവിയാ നീ, ഒപ്പം വിഡ്ഢിയും. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചവനല്ലേ നീ? ആ പെണ്ണിന്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ ആ സന്തോഷം എവിടെ പോയി? ആ നീയാണോ ധൈര്യമുള്ളവൻ? എടാ, ചീഫ് എഞ്ചിനീയർ പെണ്ണിന്റെ മുന്നിൽ പോയി തല മുമ്പിട്ട് ഓച്ചാരിച്ച് നിന്ന് തിരിച്ചു വന്നപ്പോ എന്തിനാ ഈ പാന്റ് ഷർട്ട് ഇട്ടോണ്ട് വന്ന്? അവിടെ ഇന്നൊരു സാരി വാങ്ങിച്ച് കൊടുത്തോണ്ട് വന്നൂടായിരുന്നു? എല്ലാവരും ഒരുമിച്ച് ജീവിക്കാന്ന് കരുതി പറഞ്ഞ ഞാൻ. നീ പോടാ അവിടുന്ന്. ബാല, സമാധാനോട്ടിരിക്കും. എനിക്ക് സമാധാനക്കുറവൊന്നുമില്ല ഗോവിന്ദ. ബാലമ്മേ, ഒന്നും പറയണ്ട. പ്രശ്നം കൂടുതൽ വഷളാവുള്ളൂ. ഒന്നിന് തീരുമാനം ഉണ്ടാവില്ല. ഇവര് കല്യാണം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവും തീരുമാനിച്ചില്ലേ? മാമൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ പറയടി, അങ്ങനെ തന്നെ പറ. ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ നീ കാത്തു നിന്നത്. അവക്കിഷ്ടത്തിന് ജീവിക്കണം. ഒരു തീരുമാനത്തിന് നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾ വേറെന്ത് ചെയ്യാനാ? അയ്യോ, നീ അങ്ങ് ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ. ഇയാള് മാറി താമസിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ പിന്നിൽ നീ ആയിരിക്കുമെന്ന്. നീയല്ലേ ചെവിയിൽ ഓതി കൊടുത്തത്? കൂട്ടുകുടുംബമായിട്ട് ജീവിക്കണമെന്നാണ് എന്റെയും ചാരുമോടെ ആഗ്രഹം എന്നൊക്കെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാ. എന്നിട്ടിപ്പോ എന്തായി?
കുടുംബം രണ്ടായിട്ട് പിരിക്കാനുള്ള തീരുമാനേ ഇവള് തന്നെ അങ്ങ് എടുത്തു. തറവാട് മുടിക്കാൻ വേണ്ടിട്ട് വന്ന ജന്തുവാ. അമ്മേ, ആ ചാരുവിന്റെ മാത്രം തീരുമാനമല്ല, ഞാനും കൂടി ചേർന്ന അച്ഛനോട് മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ അച്ഛനാ പറഞ്ഞത് ഇവനെ ശ്രേയെ മാറ്റി താമസിപ്പിക്കണമെന്ന്. ഓ, അല്ലാതെ ചാരുവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറയടാ എന്റെ പൊന്നു മോനെ. എല്ലാരും കേട്ടല്ലോ അല്ലേ? ഇവൻ തന്നെ സമ്മതിച്ചു ഇയാളുടെ തീരുമാനമാണെന്ന്. എടി ചാരുരാജ്ഞി, എത്ര നാളായിട്ടുള്ള ആലോചനയാ നിന്റെ? ഇവിടെ നിന്നാ നിനക്ക് ഇവനോട് കൊഞ്ചിക്കൊഴയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിന്റെ മാത്രം സന്തോഷത്തിന് വേണ്ടിട്ട് ഒരുമിച്ചിരിക്കുന്ന കുടുംബം വെട്ടിപ്പിരിക്കണം അല്ലേ? അന്തസ്സും അഭിമാനം ഉണ്ടോടി നിനക്ക്? അമ്മായിക്ക് എന്ത് വേണേലും പറയാം. പക്ഷെ ശ്രേയ ഇവിടെ വന്ന് കേറിയ നഷ്ടപ്പെടുന്നത് ഒരുമിച്ച് ജീവിക്കുന്ന ഈ കുടുംബത്തിന്റെ സമാധാനം. ബാലുമോഹനത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ മാറി താമസിക്കാൻ തീരുമാനിച്ചത്. മതിയടി, നിന്റെ അയ്യോ പാവ അഭിനയം ഒന്ന് മതിയാക്ക്. ഇയാളും ഇവനും എന്റെ ഇളയ മോളും നീ പറഞ്ഞ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. ശ്രേയ ഇവിടെ വന്നു കയറിയ സമാധാനം പോവും, സന്തോഷം ഉണ്ടാവില്ല എന്നൊക്കെ ഇല്ലാത്തത് പറഞ്ഞ് ആകാശിന്റെ മനസ്സ് മാറ്റിയത് നീയല്ലേ? ആരെങ്കിലും ചോദിച്ചാ പറയാനൊരു പേരുണ്ടല്ലോ, ശ്രേയ. പാവം ആ കൊച്ചിത് വല്ലതും അറിയുന്നുണ്ടോ? കറക്റ്റ്. എടാ, നീയും ആ പെണ്ണും ഈ വീട് വിട്ടു പോവില്ല. ഞങ്ങളെ വിട്ട് പോവാനും സമ്മതിക്കില്ല. അതല്ലേ ആ ചീഫ് എഞ്ചിനീയർ ഓർഡർ. ആരുടെ ഓർഡർ ഒന്നുമല്ല, ഞങ്ങൾ ഈ വീട്ടിലുണ്ടാവും. കൂടെ നിങ്ങൾ എല്ലാരും വേണം. നിന്റെയൊക്കെ കാര്യം നീ അങ്ങ് തീരുമാനിച്ചോ. പക്ഷെ ഞങ്ങളുടെ കാര്യം ആകാശും ചാരും ഞാനും കൂടി തീരുമാനിക്കും. ചാരുമോളെ, മാറി താമസിക്കാനുള്ളതെല്ലാം എടുത്ത് ഒരുക്കി വെച്ചോ. പോയിന്താ, ചമ്പക്കുളത്ത് നമ്മുടെ വീട് ക്ലീൻ ചെയ്ത് മെയിൻ്റനൻസ് നടത്താൻ ഇപ്പൊ തന്നെ ഏർപ്പാടാക്കിയോ? ആ, ഇപ്പൊ തന്നെ പോകുമ്പോലെ. വരട്ടെ. അമ്മേ, അമ്മ എവിടെ പോവാ? അമ്മേ, അമ്മ എന്താ ഇത്? അമ്മേ, അമ്മേ, അമ്മ, എന്താ ഇത്?